1 കിലോ 200 ഗ്രാം കഞ്ചാവുമായി അന്തർ സംസ്ഥാന തൊഴിലാളി തൊടുപുഴയിൽ കസ്റ്റഡിയിൽ. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ 4 മണിയോടുകൂടിയാണ് അന്തർ സംസ്ഥാന തൊഴിലാളി 1 കിലോ 200 ഗ്രാം കഞ്ചാവുമായി തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. 27/6/2025 ഇന്നലെ ടൗണിലെ സെൻറ് തോമസ് മാർത്തോമ പള്ളിക്ക് സമീപം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന വാടക വീടിന് പരിസരത്ത് വെച്ചാണ് DYSP ടീം NDPSും തൊടുപുഴ SIയും ചേർന്ന് പ്രതികളെ വളരെ സാഹസികമായ രീതിയിൽ തന്നെയാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തപ്പം തൊണ്ടി മുതലായി 1.200 ഗ്രാം കഞ്ചാവും കസ്റ്റഡിയിലെടുത്തു. സ്കൂൾ പരിസരങ്ങളിലും മറ്റും കഞ്ചാവ് മാഫിയകൾ കൊണ്ട് പൊറുതിമുട്ടുമ്പോഴാണ് തൊടുപുഴയിൽ അന്തർ സംസ്ഥാന തൊഴിലാളികളും ഈ തൊഴിലുമായി രംഗത്ത് വരുന്നത്. കേരളത്തിൽ തൊഴിൽ ചെയ്യാതെ തന്നെ ഒരു വലിയ സംഘം കഞ്ചാവും നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളുമായി ദിനംപ്രതി 100 കണക്കിന് അന്തർ സംസ്ഥാന തൊഴിലാളികളാണ് അനധികൃതമായി കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും ഈ തൊഴിലുമായി വ്യാപിപ്പിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റാണ് പെരുമ്പാവൂർ. നിരോധിച്ച പാൻ മസാല ഉൽപ്പന്നങ്ങൾ, കഞ്ചാവ്, മറ്റു മയക്കുമരുന്നുകളെല്ലാം തൊടുപുഴയിലെ തന്നെ ചില ഫ്രൂട്ട്സ് കട, മുറുക്കാൻ കടകളിലും ഇവർ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഖണ്ഡിയെ മാത്രമാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശപ്രകാരം എക്സൈസ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഊർജിത പരിശോധനകളാണ് നടത്തി വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ടീമിനെ തൊടുപുഴയിൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. കേരളത്തിലെ വളർന്നു വരുന്ന തലമുറകളെ തീർത്തും നശിപ്പിക്കാൻ വേണ്ടി രാജ്യവിരുദ്ധ ശക്തികൾ ഭായിമാരെ അന്തർ സംസ്ഥാന തൊഴിലാളികളെ കച്ചവടം ഏൽപ്പിച്ചു വിടുന്നതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ഇവർ ചിലർ കൊല്ലും കൊലയും വരെ നടത്തിവരുന്നു. പരസ്പരം തമ്മിലടിക്കാറുമുണ്ട്. പോലീസിന് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന ഇവരുടെ കേസുകൾ പെരുമ്പാവൂർ മേഖലകളിൽ വളരെ അപൂർവമായിട്ടാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത് എന്നും പരാതി നിലനിൽപ്പുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം മെഡിക്കലിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.